ഹലോ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൽ ശ്രീ പത്മനാഭപുരം കൊട്ടാരം വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി തുടർന്നുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ വ്ളോഗിൽ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. ഞങ്ങൾ ഈ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് എത്തിയപ്പം ആദ്യം ഒരു ചെരുപ്പുകളൊക്കെ ഒരു ചാക്കിലാക്കി ഇട്ട് വെച്ചു. കാരണം ആ കൊട്ടാരമൊക്കെ അവരത്രയും നീറ്റായിട്ട് സൂക്ഷിക്കുന്നൊരു സ്ഥലം. അപ്പോൾ ഇത്തിരി പൊടി പോലും ആവാതെ അങ്ങനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാരണം ചെരുപ്പുകളൊക്കെ അവർ ചാക്കിലാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനിട്ടപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു എന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിട്ട് വീഡിയോ എടുത്തിട്ടാ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ. നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത് കണ്ട ഈ മച്ചിൽ ഓരോ പൂക്കളും പലതരത്തിലുള്ള പൂക്കളാണ് എന്നാണ് അവിടെ ഞങ്ങൾക്ക് വിവരിച്ച് പറഞ്ഞ് തരാനായിട്ട് ഒരാൾ നിൽക്കണ്ടായിരുന്ന ആൾ പറഞ്ഞത്. പിന്നെ കല്ലിൻ്റെ തന്നെ കട്ടിൽ, പിന്നെ ഈ സ്റ്റെപ്പ് കയറാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതോട്ടിനെ ഇങ്ങനെ പിടിച്ചിട്ട് കയറ്റുണ്ടായിരുന്നത്. കാരണം സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ ചിലപ്പോൾ വീഴും. പിള്ളേർക്കൊക്കെ കേട്ടോ, വലിയവർക്കൊന്നും പിന്നെയും കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഭയങ്കര വയസ്സായവർക്കൊക്കെ പാടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ എത്തുന്നത് ഈ പണ്ട് രാജാക്കന്മാർ മന്ത്രിസഭ കൂടിയിരുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മണിച്ചിത്രത്താഴിൽ ഈ പോർഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടാ. പിന്നെ ഈ കൊട്ടാരം കൽക്കൊട്ടാരം എന്നാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴാണ് ശ്രീ പത്മനാഭപുരം കൊട്ടാരം എന്നൊക്കെ ആയത് കേട്ടോ. അയ്യോ എന്തോരം നടക്കാനുള്ളതെന്നറിയോ. 456 വർഷങ്ങൾക്ക് മുന്നാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോണത് പണ്ടത്തെ ഊട്ടുപുരയിലാണേ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കേണ്ടായിരുന്നത്. അതേപോലെ എന്തൊരു സ്പേഷ്യസ് ആണെന്നറിയോ കൊട്ടാരം. പിന്നെ ഈ നാലുകെട്ട് പോലത്തെ ഈ പോർഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ നാലുകെട്ട് വീടുകൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണോ ഭയങ്കര ഇഷ്ടമായി എനിക്കത്. പിന്നെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. കൊട്ടാരത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാത്തും നല്ല തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ജനലകൾക്ക് പകരം മരത്തിൻ്റെ അരികളാണ്. അപ്പോൾ എല്ലായിടത്തും മരത്തിൻ്റെ അരികളായതുകൊണ്ട് നല്ല വായുസഞ്ചാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജനല കണ്ടപ്പോൾ തോന്നി ഒന്ന് ഫോട്ടോയ്ക്കൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ചേട്ടൻ എനിക്കത് വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയാൽ ഒരുപാട് തിരക്കായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ നടക്കേണ്ട കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടാണ്. പിന്നെ ഈ ഒരു ഓട്ടോർമ്മയുണ്ടാകും നമ്മുടെ ശോഭനനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി മോഹൻലാലും വരുന്നത്. പിന്നെ ഇവിടെയാണ് ഒരു മുറ വന്ന് പാർത്തായ പാട്ടൊക്കെ വെച്ചിട്ട് ശോഭന ഡാൻസ് കളിച്ചത് കേട്ടോ. ഇപ്പോഴും അതേപോലെ തന്നെ ആ നിലമൊക്കെ എന്തൊരു ഗ്ലേസിങ്ങാണ്. ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കൊട്ടാരത്തിൽ ഈ തൂണുകളായിട്ട് ഒന്നല്ലെങ്കിൽ സ്റ്റോണ് അല്ലെങ്കിൽ മരം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ നിലമൊക്കെ ഈ നമ്മളൊക്കെ പണ്ട് കാലത്ത് സിമെൻറ്റിൻ്റെ തറ പോലെ അത്, പക്ഷേ അത് ഭയങ്കര മിനുസാണ്. അന്ന് തന്നെ എന്തൊരു സ്പേഷ്യസ് ആയിട്ടാണ് അവർ കൊട്ടാരമൊക്കെ നിർമ്മിച്ചിരിക്കണേ. അപ്പോൾ ഞങ്ങൾ കണ്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ നേരെ പോകുന്നത് ക്യാൻറ്റീനിലേക്കാണ്. അവർക്ക് നല്ലതായിട്ട് അറിയാം ഈ കൊട്ടാരമൊക്കെ കണ്ടു വരുമ്പോഴേക്കും ആൾക്കാർ ക്ഷീണിക്കുന്നേ. പിന്നെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ക്യാൻറ്റീനിലേക്ക് പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പത്മനാഭപുരം കൊട്ടാരമൊക്കെ കണ്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് തൃപ്പരപ്പ് വാട്ടർഫോൾ കാണാനാട്ടാ. നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ പോയന്ന് ഡാം തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അതിൽ കൂടെ നടക്കാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതൊക്കെ കരുതിയിട്ട് പോയി. അവിടെ എത്തിയപ്പോഴാണ് എന്തായാലും ഇറങ്ങാൻ പറ്റില്ല, പക്ഷേ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണാനൊക്കെ പോയി. പക്ഷേ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെയാണ് നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. പക്ഷേ ഭയങ്കര ഒഴുക്ക്, പക്ഷേ അകലേന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ആനയുടെ സ്റ്റാച്ചു ശരിക്കും കുട്ടികൾക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ നിറയെ വേസ്റ്റ് കൊണ്ടിട്ടേക്കാം. പിന്നെ ഞാൻ പിള്ളേരൊന്നും അതിൽ ഒഴുകിപ്പിച്ചില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലൈഡിലൊക്കെ ഒഴുകാൻ പറഞ്ഞു. അങ്ങനെ കുറേ നേരം പിള്ളേരെ കളിപ്പിച്ച് ഞാൻ പോസ്റ്റായി. പിന്നെ ബബിൾ ഇതാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബബിൾ കൂതി അങ്ങനെ സമയമൊക്കെ കഴിഞ്ഞു. പിള്ളേരൊക്കെ ബബിൾ ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ നേരെ പോണത് ബോട്ടിങ്ങിലേക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഇവർ വെറുതെ പറഞ്ഞതാ കുളിക്കാനൊന്നും പറ്റില്ലെന്ന്. എത്ര പിള്ളേരാന്ന് പറയാം അവിടെ കുളിക്കണ്ടായിരുന്നത്. നമുക്കവർ കുളിക്കണോണ്ടിട്ട് വെള്ളത്തിലൊക്കെ കളിക്കണോണ്ടിട്ട് ശരിക്കും കൊതി. കാരണം അധികം ഡേഞ്ചറായിട്ടുള്ള സ്ഥലമൊന്നുമല്ല, നിറയെ കല്ലുകളാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കിടന്നും ഇരുന്നൊക്കെ വെള്ളത്തിലൊക്കെ കളിക്കായിരുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് 12 പേര് കൊള്ളുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ ഞങ്ങൾ പോണത്. പല സൈസിലുള്ള ബോട്ടുകളുണ്ട്.
അപ്പോൾ എന്തായാലും ബോട്ടിൽ കയറിയതല്ലേ, ഒരു സെൽഫിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ അല്ലാണ്ട് പിന്നെ എന്താ ഒരു സന്തോഷമല്ലേ. ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ പോകണം. എപ്പോഴും ബിസി ലൈഫിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതമൊക്കെ ആകെ മുരടിച്ച് പോലെയൊക്കെ തോന്നും. ഇത്തിരി സന്തോഷം പിള്ളേരൊക്കെ കൊണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടുപോകണം. പിന്നെ പിള്ളേരല്ലാണ്ട് ഹസ്ബൻഡും വൈഫും തന്നെ ഒരു ട്രിപ്പ് പോകണം. അത് നല്ലൊരു അനുഭവമായിരിക്കും. നമ്മുടെ ട്വിൻസ് ബേബികൾ അവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടാ, രാധവും കാതും. അപ്പോൾ അവരോട് ടാറ്റ പറയേണ്ട, അവർ ടാറ്റൊന്നും പറയണില്ല. അപ്പോൾ പിന്നെ ആദോട്ടൻ എന്തോ പറയണ്ടേ, ആദോട്ടനാണെങ്കിൽ ഇങ്ങനെ കുശുമ്പാണ് ഉണ്ണികളെ കളിപ്പിക്കുമ്പോൾ, അവനാണ് ഉണ്ണി എന്നാണ് പറയുക. ഞങ്ങളുടെ ഈ ട്രിപ്പ് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു സമാധാനം ഒക്കെയാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലമായാലും ഒക്കെ നല്ലതായിരുന്നു. ഇനിയും ഇങ്ങനെ ഒരുപാട് ട്രിപ്പ് പോകാനായിട്ട് എനിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഒരു കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, അത് ഭയങ്കര നല്ലൊരു പ്ലഷർ മൊമെൻ്റാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടാം. ഇപ്പോൾ ഈ ഒരു യാത്ര പോയപ്പോൾ എൻ്റെ മക്കൾക്കും എനിക്കും ഹസ്ബൻഡിനും എത്ര സന്തോഷമായെന്നറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണേ. അപ്പോൾ എല്ലാവരും കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു. ബൈ.